ഹായ്, ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നൂറ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായിരിക്കുന്നു. നൂറ അങ്ങനെ ഫൈനൽ 5 കാണാതെ പുറത്തായിരിക്കുന്നു. മുഖം ചേർത്ത് വെക്കാൻ ആവാതെയാണ് നൂറ പുറത്തായിരിക്കുന്നത്. എല്ലാവരും ടെൻഷനിലായിരുന്നു. മിഡ് വീക്ക് എവിക്ഷൻ എന്ന് കേട്ടപ്പോഴേ ടെൻഷനിലായിരുന്നു. അക്ബർ, അനീഷ്, ഷാനവാസ്, നെവിൻ, അനുമോൾ, നൂറ എല്ലാവരും ടെൻഷനിലായിരുന്നു. പക്ഷെ തുടക്കം തന്നെ നൂറയ്ക്ക് മനസ്സിലായി തനിക്ക് പണി കിട്ടി എന്ന്. കാരണം നൂറയുടെ ഒരു ബസർ അവിടെ ഉണ്ടായിരുന്നില്ല. നൂറയ്ക്ക് മുഖം കൃത്യമായി ചേർത്ത് വെക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നൂറ ടോപ്പ് 5 പുറത്തായിരിക്കുന്നു. എല്ലാവരും സങ്കടത്തിലാണ്. സാധാരണഗതിയിൽ ഓരോരുത്തരും സേവ് ആവുമ്പോൾ അല്ലെങ്കിൽ ടോപ്പ് 5 വന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം അവർക്കുണ്ടായിരുന്നില്ല. ഷാനവാസ്, അനുമോൾ, അക്ബർ, നെവിൻ, അനീഷ് എല്ലാവരും സങ്കടത്തിലായിരുന്നു. കാരണം ഇത് ഗെയിമാണ്. എല്ലാവർക്കും മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് ഇവിടെ നൂറ പടിയിറങ്ങുന്നത്. തീർച്ചയായും നൂറയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ടോപ്പ് 5 വരണം എന്ന്. അത് ബാക്കിയാക്കി നൂറ യാത്രയായി. തീർച്ചയായും നൂറ അത് അർഹിച്ചിരുന്നു. അതായത് ടോപ്പ് 5 പുറത്താവൽ നൂറ അർഹിച്ച കാര്യമാണ്. കാരണം നൂറ ചെയ്തു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മറക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നൂറ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നൂറ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ഷാനവാസിനെയും അനുമോളെയും പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളൊരു കാരണം അത് ഒരുപാട് നൂറയ്ക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദിലയും പുറത്താവാനുള്ള കാരണം അതുതന്നെയാണ്. എന്തായാലും ഒരുപാട് സങ്കടത്തോടെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. എല്ലാ പിണക്കങ്ങളും ഇവിടെ അവസാനിപ്പിച്ചാണ് നൂറ യാത്ര പറയുന്നത്. അതായത് ഇവിടെ വന്നിട്ടുള്ള എല്ലാ പിണക്കങ്ങളും ഇവിടെ തന്നെ തീർത്തിട്ടാണ് നൂറ പോയിരിക്കുന്നത്. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഒരുപാട് സന്തോഷത്തോടെയാണ് നൂറ മടങ്ങിയത്. അതായത് ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും എല്ലാവരോടും സന്തോഷത്തോടെ യാത്ര പറഞ്ഞിട്ടാണ് നൂറ പുറത്തേക്ക് പോയത്. തീർച്ചയായും അവസാന സമയങ്ങളിൽ നൂറയുടെ കളി പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും നൂറ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായിരിക്കുന്നു ടോപ്പ് 5 കാണാതെ. ഇപ്പോൾ ടോപ്പ് 5 ഷാനവാസ്, അനുമോൾ, അനീഷ്, നെവിൻ, അക്ബർ ഇവരാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.